10-11 നൂറ്റാണ്ടുകളിൽ ഹൊയ്സാല രാജാക്കന്മാരുടെ തലസ്ഥാനമായ ലോക്കി ഖുണ്ടി എന്നറിയപ്പെട്ടിരുന്ന ലക്കുണ്ടി എന്ന സ്ഥലത്തുള്ള പുരാതനമായ മാണിക്കേശ്വര ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള പടിക്കിണറുമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയുള്ളത്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. കർണാടകത്തിലെ ഘടക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരെയുള്ള ലക്കുണ്ടിയിലേക്ക് ഘടക് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ലഭ്യമാണ്. ലക്കുണ്ടിയിലെത്തിക്കഴിഞ്ഞാൽ ലക്കുണ്ടിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ ഈ ക്ഷേത്രത്തിന് സമീപത്തെത്താം. ക്ഷേത്രത്തിന് പുറമെ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു പടിക്കിണറാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. ദക്ഷിണേന്ത്യയിലെ റാണി കി വാവ് എന്നറിയപ്പെടുന്ന മുസാക്കിന ഭാവി എന്ന പടിക്കിണറാണ് ഇതിനോടനുബന്ധിച്ചുള്ളത്. 12-ാം നൂറ്റാണ്ടിലെ ത്രികുടാചല ക്ഷേത്രത്തിൻ്റെ, അതായത് 3 ശ്രീകോവിലുകളുള്ള ക്ഷേത്രം, അതാണ് ത്രികുടാചല ക്ഷേത്രം. അങ്ങനെയുള്ള ക്ഷേത്രത്തിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഈ മാണിക്കേശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. 4 കൂറ്റൻ തൂണുകൾ ഈ കാണുന്ന മനോഹരമായ സാല ഗ്രാമത്തിൽ നിർമ്മിച്ച 4 കൂറ്റൻ തൂണുകൾ, അതിന് ഇടതും വലതുമായിട്ട് 2 ശ്രീകോവിലുകൾ, നേരെ മുന്നിൽ പ്രധാന ശ്രീകോവിൽ. ഈ പ്രധാന ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠയുണ്ട്. എന്നാൽ ഇടതുവശത്തെയും വലതുവശത്തെയും ശ്രീകോവിലുകളിൽ ഇപ്പോൾ പ്രതിഷ്ഠകളൊന്നുമില്ല. ഈ പ്രധാന മണ്ഡപത്തിൽ താങ്ങി നിർത്തുന്ന ഈ 4 തൂണുകളും സാലിഗ്രാമം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ശ്രീകോവിലുകൾ, ഇതിനകത്തുള്ള പ്രതിഷ്ഠയും വലതുവശത്തുള്ള പ്രതിഷ്ഠയും നിലവിലില്ല. ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗവും ശിഖരവും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രവും പരിസരവും ഇപ്പോൾ നന്നായി പരിപാലിക്കുന്നുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഈ സ്ഥലം കണ്ടിരിക്കേണ്ടതാണ്. ഗ്രാമീണ ഭംഗി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഉത്തര കന്നഡ സംസ്ഥാനത്തിലെ മനോഹരമായ ഈ പടിക്കിണർ ജലസംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. ഇപ്പോൾ കാണുമ്പോൾ നമുക്കിതൊരു കുളമായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ ആഴമുള്ളൊരു പടിക്കിണറാണ്. താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിരവധിയായ പടികൾ ഉള്ള ഈ കിണറിൻ്റെ മുകളിലൂടെ ഒരു പാലം പോലെ കരിങ്കൽ പാളികൾ നിരത്തി വച്ചിരിക്കുന്നു. അതിന് ചേർന്ന് മനോഹരമായ ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു.